ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ കർത്താവിന്റെ മരണദിനമായ ദുഃഖവെള്ളി പരിശുദ്ധ സഭ ആചരിക്കുകയാണ്. നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിക്കുവാനായി തന്റെ ജീവനെ ബലിയായി കാൽവരിയിൽ അർപ്പിച്ച ദിനമാണിന്ന്. ഇതിനു വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ഓശാന ദിവസം ജെറുസലേം നഗരത്തിലേക്ക് കഴുതപ്പുറത്ത് എഴുന്നള്ളിയത്. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു ശിഷ്യരോട് ആ മിശിഹ രഹസ്യം വെളിപ്പെടുത്തി. മിശിഹായായ താൻ ജെറുസലേം നഗരത്തിൽ വെച്ച് ജനപ്രമാണിമാരാൽ പീഡയേറ്റ് മരിക്കും. ഹോശാന പാടി ജനം മിശിഹായെ ജെറുസലേം നഗരത്തിലേക്ക് എതിരേറ്റു. അന്നു മുതൽ യേശു ശിഷ്യന്മാരോടൊത്ത് ജെറുസലേം ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ഈ സമയം ശത്രുക്കൾ യേശുവിനെ കൊല്ലുവാനായി ഗൂഢാലോചന നടത്തുകയായിരുന്നു. പ്രധാന പുരോഹിതനായ കയ്യാപ്പാസ് പ്രവചിച്ചു, ജനത്തിനു വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച രാത്രി യേശു തന്റെ ശിഷ്യന്മാർക്കായി ഒരുക്കിയ അന്ത്യ അത്താഴ വേളയിൽ തന്റെ മരണത്തിന്റെ നിത്യസ്മാരകമായ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. തന്റെ മരണത്തിന്റെ ഓർമ്മയ്ക്കായി അകർമ്മം ചെയ്യുവാൻ വിശുദ്ധ ശ്ലീഹന്മാരെ യേശു പരമേൽപ്പിച്ചു. ദുഃഖവെള്ളിയാഴ്ച മലങ്കര ആരാധനാക്രമത്തിൽ സഭ നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് രക്ഷകനോടൊപ്പം ആ രക്ഷാകരമായ ചരിത്ര സംഭവങ്ങളിലൂടെ സങ്കടപൂർവം സഞ്ചരിക്കുകയാണ്. യാമപ്രാർത്ഥനകളും ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകളുമാണ് ഇന്നേ ദിവസത്തെ കർമ്മങ്ങൾ. യാമപ്രാർത്ഥനകളിൽ കർത്താവിന്റെ രക്ഷാകര സംഭവങ്ങൾ നാം ഓർമ്മിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാ യാമപ്രാർത്ഥനകളുടെയും അവസാനത്തിൽ സുവിശേഷങ്ങളിൽ നിന്നുള്ള വായനകളുള്ളത്. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവ സംഭവങ്ങൾ കഥരൂപത്തില് സുവിശേഷങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്.